കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ് യഥാർത്ഥ സഖ്യം. ഇരുവരും പരസ്പരം സഹായിക്കുന്നു എന്നുകൂടി ആരോപിച്ചാണ് ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തെ ഉപേക്ഷിച്ചത്. സഖ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നുവെന്ന് എ.എ.പി. പറയുന്നു. പ്രത്യേക പാർലമെന്റ് സമ്മേളനം ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം സർക്കാരിന് നൽകിയ കത്തിൽ ഒപ്പിടാതിരുന്ന ആം ആദ്മി പാർട്ടി എം.പിമാർ പ്രധാനമന്ത്രിക്ക് പ്രത്യേകം കത്തയച്ചു. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട കത്തിൽ ഒപ്പിടുന്നില്ലെന്ന് NCP ശരത് പവാർ പക്ഷവും നിലപാടെടുത്തെങ്കിലും അവർ ഇന്ത്യ സഖ്യം വിട്ടിട്ടില്ല. സർവകക്ഷി സംഘത്തിന്റെ വിദേശ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ജോൺ ബ്രിട്ടാസ് MP പാർലമെന്റ് സമ്മേളനം ഉടൻ വിളിച്ചു ചേർക്കണം എന്നാവശ്യപ്പെട്ടു. ഇന്ത്യയെ വിദേശ മാധ്യമങ്ങൾ വില്ലൻ പരിവേഷത്തിൽ അവതരിപ്പിച്ചുവെന്ന് ബ്രിട്ടാസ്. ഇന്ത്യയിലെ ജനതയെ വിശ്വാസത്തിലെടുക്കണം. ലോക രാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി പ്രതിപക്ഷത്തെ നിരവധി MP-മാരെ വിനിയോഗിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ദൗത്യം കൃത്യമായി പൂർത്തിയാക്കിയ സ്ഥിതിക്ക് ഇനി സർക്കാരിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ശശി തരൂർ നയിക്കുന്ന സർവകക്ഷി സംഘം അമേരിക്കയിൽ വിവിധ മേഖലയിലുള്ളവരുമായി ഇന്നും നാളെയും കൂടിക്കാഴ്ച നടത്തും. വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ സംഘങ്ങൾ വിദേശകാര്യമന്ത്രിയെ കണ്ട് സ്ഥിതിഗതികൾ ധരിപ്പിക്കും. The assignment given to us was wonderfully done. We have exposed Pakistan at the same time about the unity of entire world against terrorism. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച് കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ മോദി അനുസരിച്ചു എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബി.ജെ.പി. നേതാക്കൾ രൂക്ഷ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഏജന്റാണോ എന്ന് ബി.ജെ.പി. ചോദിച്ചു. അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.